ഹായ് ഗൈസ്, ഇന്ന് ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അമേരിക്ക അബദ്ധവശാൽ 2000 കോടി രൂപ താലിബാന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കി. അതായത് $236 ബില്യൺ അബദ്ധവശാൽ ട്രാൻസ്ഫർ ആക്കി എന്ന് പറയുന്ന ന്യൂസുകളാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, അതായത് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ ഓരോ ആൾക്കാരും, നമ്മുടെ ചാനൽ ഷാഡോ ബാൻഡ് ആണ്. അതായത് യൂട്യൂബ് നമ്മുടെ ചാനൽ എത്രമാത്രം നമ്മൾ ക്വാളിറ്റി വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്താലും, അതുപോലെ തന്നെ എത്ര കൺസിസ്റ്റന്റ് ആയി അപ്ലോഡ് ചെയ്താലും ഇതിന് വ്യൂസ് ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കി അറിയാം, അതായത് പണ്ട് നമ്മുടെ വീഡിയോസിനെല്ലാം എത്ര വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പൊ എത്ര കിട്ടിക്കൊണ്ടിരുന്നു. കാരണം ഇത് ഷാഡോ ബാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതായത് ഇതിലെല്ലായിരിക്കും ഇനി മാക്സിമം വീഡിയോസ് വരിക. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് വീഡിയോസ് എല്ലാം തന്നെ അതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഇന്ന് വൈകുന്നേരം വലിയൊരു വീഡിയോ അതിൽ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ, അതായത് ഹിസ്ബുള്ള ഇസ്രായേലിനെ സഹായിച്ച്, അതായത് ഇറാനെ ചതിച്ച ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം റിലീസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സംഭവം സത്യം തന്നെയാണ്. അമേരിക്ക ഏകദേശം $236 ബില്യൺ അബദ്ധവശാൽ മിസ്റ്റേക്ക് ആയിട്ട് ട്രാൻസ്ഫർ ആക്കി എന്നാണ് പറഞ്ഞത്. ഇത് ഇന്റേണൽ ഓഡിറ്റ്, അതായത് അമേരിക്കന്റെ ഉള്ളിലുള്ള ഓഡിറ്റ് സമയത്താണ് കണ്ടെത്തുന്നതും. ഇന്ത്യൻ എമൗണ്ട് അനുസരിച്ച് ഏകദേശം 2000 കോടി രൂപയും. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് 1960-50 കാലഘട്ടങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്കൻ താലിബാനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതായത് പണ്ട് USSRനെ എതിർക്കാൻ വേണ്ടി ഈ താലിബാനെ വളർത്തിയ ഒരു സംഘടന, അല്ലെങ്കിൽ താലിബാനെ വളർത്തിയ ഒരു രാജ്യം ഇതേ അമേരിക്ക തന്നെയാണ്. പിന്നെ അമേരിക്കയ്ക്കെതിരെ ഇവർ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഇവരെ തീവ്രവാദി സംഘടനയായി ഡിക്ലെയർ ചെയ്തതും, അതുപോലെ തന്നെ ഇവർക്കെതിരെയുള്ള ആക്ഷൻസ് എല്ലാം എടുത്തതും. പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങി പോയതും. അപ്പോൾ അഫ്ഗാനിസ്ഥാനിന് അമേരിക്ക പുറത്തിറങ്ങി പോകുമ്പോഴും അവർ വെറുതെ അല്ല പോയത്. അവിടെ ഏകദേശം 8 ലക്ഷത്തോളം, അതായത് ആർമി റൈഫിൾസും മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇത് പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അത് ചൈനയ്ക്കും വലിയൊരു പ്രശ്നമായി മാറി. അതെന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന അവിടെ ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വെപ്പൺസ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അതായത് അമേരിക്കൻ വെപ്പൺസ് ആണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് ഉറപ്പ് വരുന്നായിരുന്നു, അതായത് ഈ ഒരു കാര്യം ഫുള്ളായിട്ടും ഇവിടെ സമാധാനം വരികയാണെങ്കിൽ, അതായത് റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ വരും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇവരുടെ കൺട്രോൾ മൊത്തം പോകുമെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിച്ച കാരണമാണ് അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഇത്രയും വെപ്പൺസ് അവിടെ വെറുതെ വിട്ടുകൊണ്ട് തന്നെ ആൾക്കാർക്കെല്ലാം തന്നെ പെട്ടെന്ന് വെപ്പൺസ് കിട്ടുകയും, അതായത് ഗവൺമെന്റിനെതിരെ എല്ലാം തന്നെ ഇതാക്കുന്നതും. അതുപോലെ തന്നെ അമേരിക്ക പാകിസ്ഥാനും താലിബാനുമായിട്ടുള്ള പ്രശ്നം അമേരിക്കയാണ് വളർത്തി വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം അമേരിക്കയാണ് വളർത്തി വരുന്നത്. ഇന്ത്യയും ചൈനയും ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാകിസ്ഥാനും താലിബാനും ഇറാനും പാകിസ്ഥാനും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിന്റെയും കാരണം അമേരിക്ക തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ വെപ്പൺസ് എല്ലാം തന്നെ ഇവരിവിടെ വിടുമ്പോഴും ഇപ്പോഴും പല റിപ്പോർട്ടുകൾ പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ബൾക്കിസ്ഥാനിൽ വരുന്ന, നമ്മൾ മിനിഞ്ഞാന്ന് എടുത്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് അതൊന്നുമല്ല, അതിലും ക്രൂരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ബൾക്കിസ്ഥാനിൽ നടക്കുന്നതെന്നും, അതുപോലെ തന്നെ വെപ്പൺസ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ മണ്ണിലടി കുഴിച്ച തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീവ്രവാദി സംഘടനകളും ഈ BLA എല്ലാം തന്നെ വെപ്പൺസ് കിട്ടുന്നുണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും വലിയ പ്രതിസന്ധിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചൈന ഏകദേശം ബില്യൺ കണക്കിന് ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ, അതായത് ഗ്വാദർ എന്ന് പറയുന്ന അവരുടെ പോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഓയിൽ എല്ലാം തന്നെ എത്തിക്കാനുള്ള പ്ലാൻ എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ BLA ആർമി എല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം ഫണ്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ള സത്യമാണ്. പക്ഷെ ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ചാൻസ് കുറവാണ്. കാരണം താലിബാൻ അത് പെട്ടെന്ന് തന്നെ മറ്റ് കൺട്രി കറൻസിയിലോട്ടെല്ലാം തന്നെ ലിക്വിഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ താലിബാനെ ഒന്നും കൂടെ വളർത്തിവിടാൻ വേണ്ടി അമേരിക്ക മനഃപൂർവ്വം ചെയ്താണ്. കാരണം താലിബാൻ വളരുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അമേരിക്കയ്ക്ക് അവിടെ ഇറാനെയും പാകിസ്ഥാനെയും ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു സംഘടനയാണെങ്കിൽ താലിബാനാണ്. താലിബാന്റെ മോട്ടീവ് എടുത്തുകയാണെങ്കിൽ താലിബാന് അമേരിക്കയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ചൈനയുമായിട്ടുമില്ല, ഇന്ത്യയുമായിട്ടുമില്ല, റഷ്യയുമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ പല അറബ് രാജ്യങ്ങളുമായിട്ടും. പക്ഷെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇറാൻ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അമേരിക്ക കുറച്ചൊരു ഫണ്ട് കൊടുത്താന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു ഫണ്ട് ട്രാൻസ്ഫർ ആക്കുമ്പോൾ അത് മിസ്റ്റേക്ക് ആയി പോകാനും സാധ്യതകൾ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് തന്നെയാണ്, ഫണ്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇത്ര അധികം കോടികൾ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ലോട്ടറി അടിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സ്